Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കാർഷിക സമിതികളുടെയും ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിച്ച് മേഖലയിലെങ്ങും കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിനാചരണം പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ നിന്നും 7 മാതൃകാ കർഷക തൊഴിലാളികളെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ, കർഷക പ്രതിനിധി അബു കക്കാടൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കേരള ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഐശ്വര്യ കർഷകർക്കായി ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷത സിന്ധു രാജൻ, ബ്ലോക്ക് അംഗങ്ങളായ ബാബു ഏലക്കാടൻ, അനിജ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് അംഗം പി കെ അബ്ദുൽ കരീം, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി വി മാത്യു, കൃഷി ഓഫീസർ ഡോക്ടർ കെ നിസാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം കെ ശൈലജ എന്നിവർ സംസാരിച്ചു. പോത്തുകൽ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ കർഷക ദിനാചരണം പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ തലങ്ങളിൽ നിന്നും എഡിസി അംഗങ്ങളും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘം കണ്ടെത്തിയ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം സോമൻ പാർലി, പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ പാക്കട, മറിയാമ്മ കുഞ്ഞുമോൻ, മിനി വെട്ടിക്കുഴ, റംലത്ത്, ഹരിദാസൻ, കേരള ഗ്രാമീൺ ബാങ്ക് പോത്തുകൽ മാനേജർ സുനിൽകുമാർ, CDS ചെയർപേഴ്സൺ സിന്ധു അശോകൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷക്കീല എന്നിവർ സംസാരിച്ചു. മുതിർന്ന കർഷകനായി സജി പീറ്ററും വനിതാ കർഷകയായി ലൈസ ജോസും, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള കർഷകയായി ചെമ്പ്ര നഗറിലെ ശോഭ സുരേഷ്, വിദ്യാർത്ഥി കർഷകനായി ജിബിൻ ഉപ്പടയെയും തെരഞ്ഞെടുത്തു. എടക്കരയിലും കാർഷിക ദിനാചരണം വിപുലമായ പരിപാടികളോടെ നടന്നു. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാരംഭിച്ച ദിനാചരണ പരിപാടി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ പാർലി ഉദ്ഘാടനം ചെയ്തു. കെ വിനയരാജൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ എബിത ജോസഫ്, നാസർ കാങ്കട, അജയൻ, അജയ് ഘോഷ്, പുഷ്പ, ജോസഫ്, പുഷ്പരാജൻ, രഘു എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് കെ ദിവ്യ, മുഹമ്മദ് സാലിഹ് എന്നിവർ സംബന്ധിച്ചു. പൂട്ടിക്കിടന്നിരുന്ന എക്കോ ഷോപ്പിന്റെ പ്രവർത്തനോദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ഈസ്റ്റ് ലൈവ്, എടക്കര.